എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നെഗറ്റീവ് വേണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിക്കാം, അത്രേ ഉള്ളൂ. അവസാനം ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇല്ല, ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നത്. കാരണം നമുക്ക് മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്നത് നമ്മൾ യൂത്തിനൊക്കെ എസ്പെഷ്യലി ഇപ്പം പടത്തിന് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് അതിൻ്റെ തീമെന്ന് നോക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. തുടക്കം ഒരു കുറച്ച് സ്ലോ ആയിട്ട് പോകും. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആസിഫ് അലി ഇനി നോക്കണ്ട, ഭയങ്കര സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എണിക്കണോ വേണ്ട എന്നുള്ള ത്രില്ലർ നല്ലൊരു മൂവിയാണ്. നല്ല പടമായിരുന്നു, നല്ല മൂവിയാണ്. കുഴപ്പമില്ല. ആസിഫ് അലി വളരെ ഗംഭീരമായിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. അവസാനം ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ആസിഫ് അലിയുടെ അഭിനയമാണെങ്കിലും വിജയരാഘവൻ്റെ അഭിനയമാണെങ്കിലും നൈസാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ്, തിയേറ്ററിൽ തന്നെ കാണണം. കൊള്ളാം, നല്ല പടം. അതേക്കുറിച്ച് ചെറിയ ലാഗാണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല പടം. കണ്ടിരിക്കാൻ കൊള്ളാം. കുഴപ്പമില്ല, ഒരു ആവറേജ്. കുഴപ്പമില്ല, ബോറിംഗ് ഒന്നുമില്ല, ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്, അത്രയാണ്. ഇങ്ങനെ വേറെ ലെവലാ. സൂപ്പറാണ്. ആസിഫ് അലി ഇനി നോക്കണ്ട, ഭയങ്കര കിടു. നല്ല മൂവിയാണ്, വാച്ചബിൾ മൂവിയാണ്. എല്ലാവരും അഭിനയിച്ചിരിക്കുകയല്ല, എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. ആസിഫ് അലി നന്നായിട്ടുണ്ട്. റിയലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമില്ല, നല്ല മൂവിയാണ്. ഒരു ലാഗും ഇല്ല, നന്നായി നീറ്റായിട്ട് അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരു ലാഗും ഇല്ല, വേണ്ടത് മാത്രം തന്ന് നല്ല മൂവിയാണ്. ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ ത്രില്ലറാണ്. മിസ്റ്ററി ഉണ്ട്, നല്ല നീറ്റായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് സംഭവം. അത് പറയാൻ പാടില്ലല്ലോ, നമ്മളത് പറയുന്നത് ശരിയല്ലല്ലോ. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എന്തായാലും നിരാശപ്പെട്ടില്ല, വേസ്റ്റ് ആയെന്ന് തോന്നിയില്ല. നല്ല മൂവിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പെർഫോമൻസ് വൈസ് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചാണ്. എന്താ പറയുക, ഒരു അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അത് റിയൽ ആയിട്ടാണ്. ഈവൻ ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊന്നും തോന്നുന്നില്ല. ഈവൻ ലാഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും പറയാം, അതുമില്ല. ചാൻസ് കുറവാണ്. നെഗറ്റീവ് വേണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിക്കാം, അത്രേ ഉള്ളൂ. അടിക്കണമെങ്കിൽ ഒന്നും ഇല്ല, നന്നായി ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനല്ല, ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് ഇത് തീർച്ചയായിട്ടും. അതും ആസിഫ് അലിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ലട്ടോ, എന്ത് രസത്തോടെ ഇത്. അതായത് ഒരു കഥ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഒരാളെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അത് പുള്ളി നമ്മൾ അതിലൊരാളായി പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എണിക്കണോ വേണ്ട എന്നുള്ള അവസരമായിരുന്നു. കാരണം നമുക്കറിയാം ഇത് എന്തോ ഒരു ഇടുപ്പ് കൂടും നമ്മുടെ. നല്ല രസമാണ്, നല്ല പടം, മസ്റ്റ് വാച്ച്. നമ്മളെ ഓണത്തിന് ഒരു പക്ഷേ എല്ലാവർക്കും തിരുവോണം ഒരു സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ഫാമിലി എൻ്റർടൈനറാണ്. കാരണം നമ്മളെ പടത്തിൻ്റെ തീം പോലെ തന്നെയാണ് മിസ്റ്ററി ത്രില്ലർ. കാരണം ഫസ്റ്റ് ഹാഫ് ചെന്ന് അവസാനിക്കുന്നിടത്ത് നിന്നാണ് പ്യുവർലി എൻ്റർടൈനറായിട്ട് സെക്കൻഡ് ഹാഫിൽ ആ മിസ്റ്ററി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നല്ലൊരു മേക്കിംഗ് ആണ്, കിടിലമാണ്, നല്ലൊരു എക്സിക്യൂഷൻ. ഒരു അച്ഛനും മകനും തമ്മിലുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ഫീല്, ഇമോഷണലി കണക്ട് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. തീർച്ചയായിട്ടും ഈ പടം കണ്ടുപോകുന്ന ആർക്കും ഒരു അച്ഛൻ മകനോടുള്ള സ്നേഹവും മകൻ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്ന് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ അച്ഛനെ സ്നേഹിക്കുന്ന മകനും ഇഷ്ടപ്പെടും, ഓരോ മകനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഇഷ്ടപ്പെടും. അച്ഛനും മകനും നമ്മളൊരു വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റാണ് ഈ പടത്തിൽ ഉടനീളം നമുക്ക്. ഒരിക്കലുമില്ല, ഒരു മകൻ യൂത്തല്ലേ, അച്ഛനെ ആ ഒരു ഫീൽ ആ രീതിയിൽ നമുക്ക് കാണല്ലോ. മകനെ കൂട്ടി എല്ലാം മസ്റ്റ് യൂത്ത്. കാരണം എവറിബഡി വിൽ വാച്ച് ഡെഫിനറ്റ്ലി. കാരണം വല്ലാത്തൊരു എക്സിക്യൂഷനാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരുപാട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന നല്ല സീൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോവിലിയാണ്, പക്ഷേ നമുക്ക് ആ സെക്കൻഡ് ഹാഫിലേക്ക് എന്താണ് എന്നുള്ള ഒരു മിസ്റ്ററി ഡെഫിനറ്റ്ലി എല്ലാം കൃത്യമായി കൊണ്ട് ഫൈനലി ക്ലൈമാക്സിൽ കൊണ്ട് നമുക്ക് ഇമോഷണൽ സീനായിട്ടും ത്രില്ലറായിട്ടും മിസ്റ്ററി ആയിട്ടും വളരെ മച്ച് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇല്ല, ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നത്. കാരണം നമുക്ക് മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്നത് നമ്മൾ യൂത്തിനൊക്കെ എസ്പെഷ്യലി ഇപ്പം പടത്തിന് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് അതിൻ്റെ തീമെന്ന് നോക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ മിസ്റ്ററി ത്രില്ലർ എന്നുള്ള ഫീൽ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എങ്ങനെ അവസാനിച്ചു എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ആസിഫ് അലിയുടെ ആ ഒരു ആക്ഷനിലും വിജയരാഘവൻ ഈ ഒരു പ്രായത്തിലും ബ്രില്യൻറ്റ്. കാരണം നമ്മൾ ആ ഒരു കണ്ണ് നിറയിക്കാൻ വിജയരാഘവൻ്റെ റോള് തന്നെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എടുത്ത് പറയുക. പക്ഷേ ആസിഫ് അലി ഒട്ടും കുറച്ച് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ തിരുവോണത്തിന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കാം മേ ബി ഡെഫിനറ്റ്ലി. സിനിമ കൊള്ളാം, നല്ല സിനിമ. അല്ല, എനിക്ക് ഇൻ്റർവെൽ പഞ്ചും ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ക്ലൈമാക്സിൽ നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ അല്ല, സൂപ്പറാണ്. തുടക്കം ഒരു കുറച്ച് സ്ലോ ആയിട്ട് പോകും, പക്ഷേ പോകാൻ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സിനിമ. എടുത്തു പറയാനുള്ള ഇൻ്റർവെൽ പഞ്ചും ആ ക്ലൈമാക്സും തന്നെയാണ്. മിസ്റ്ററിയാണ്. ഒരു പണ്ട് നമ്മൾ എം ഡി സാറിൻ്റെയൊക്കെ ഉത്തരമില്ലേ,
ഇത്തരം സിനിമയുടെയൊക്കെ ഒരു ജോണിൽ വരുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ മകൻ ബന്ധമൊന്നും അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി മെറ്റീരിയലുണ്ട് പടത്തിന്. സ്ലോ പേസ് ആണ്, വളരെ സീരിയസ് ആണ്, അല്ലാതെ ഹ്യൂമർ അങ്ങനത്തെ പാർട്ടൊന്നുമില്ല. നന്നായിട്ടുണ്ട്. നല്ല ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഒരു ത്രില്ലറിൻ്റെ സ്വഭാവം നിർത്തി തന്നെ മിസ്റ്ററി പറയാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫൊക്കെ ശരിക്കും ഗംഭീരമായിട്ടുണ്ട്. വിജയരാഘവൻ വളരെ ഗംഭീരമായിട്ടുണ്ട്.